ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാളിൻ്റെ വ്ളോഗാണ് കേട്ടോ. പെരുന്നാളിൻ്റെ വ്ളോഗ് എന്ന് പറയണമെന്നില്ല, കുറച്ചൊക്കെ തന്നെയുള്ളൂ. ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇക്കാൻ്റെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക കുറേ ഡിലീറ്റ് ആക്കിയിട്ട് അതിനൊന്ന് സെൻഡ് ചെയ്ത് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ. കിട്ടിയപ്പോഴേക്കും 10 വീഡിയോ എടുത്തത് 5 വീഡിയോ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 3 വർഷത്തിന് ശേഷമുള്ള ഇക്കാൻ്റെ വീട്ടിൽ ആദ്യത്തെ പെരുന്നാളാണ്. ഇത്ര ദിവസം നമ്മൾ ഒന്നാം പെരുന്നാൾ എൻ്റെ വീട്ടിലാണ് ഉണ്ടാവാറ്. എന്നിട്ട് നമ്മൾ വൈകുന്നേരത്ത് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്യാറ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പെരുന്നാൾ കൂടുന്നത് കേട്ടോ. പെരുന്നാൾ ദിവസമൊക്കെ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, രാത്രി ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത വീട്ടിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. പിന്നെ ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ തറവാട്ടിലേക്ക് വന്നതാണ് പിറ്റേ ദിവസം, അതായത് 2ാം പെരുന്നാൾക്ക്. അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ചെറിയ പരിപാടി പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ എന്താ പറയുക, അമ്മയുടെ മോന്, അമ്മയുടെ മാമൻ്റെ ഒക്കെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ എന്താ പറയുക, പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അവനൊരു പെണ്ണ് കാണാൻ പോണൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ എന്താ പറയുക, പെണ്ണൊക്കെ ശരിയായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വരാനോ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ പെണ്ണിൻ്റെ താത്ത വിശേഷം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇക്കും അവനും കൂടിയിട്ട് പോയിട്ട് എന്താ പറയുക, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ സെൻറ്ററിൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്, കുറച്ച് അങ്ങോട്ട് പോകാനുള്ളൂ. അപ്പോൾ ഉണ്ണി ഇതാ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. മറ്റാനെ ഒരിക്കൽ അവിടെ റെഡിയാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഇതാ പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണം മിസ്സായി പോയിട്ടുണ്ട്. ഇക്ക കുറേ ഡിലീറ്റ് ആക്കിയിട്ട് പകുതിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇക്കാൻ്റെ ഫോണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം എൻ്റെ ഫോൺ മോൻ്റെ കയ്യിലായ കാരണം ഇക്കാൻ്റെ ഫോണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ എത്തിയിട്ട് കുറേ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ ചെക്കൻ നമ്മുടെ. പിന്നെ ഇക്ക അതാ നിൽക്കണം. ഇക്കാൻ്റെ കൂട്ടുകാരനൊക്കെ കണ്ടപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമാണ് കേട്ടോ. കൂട്ടുകാരനെ കണ്ടപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് വെള്ളം കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരും മുറ്റത്ത് നല്ലൊരു ഞാവൾമരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറേ ഞാവൽപ്പഴം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ കേട്ടോ. ഇതാണ് പെണ്ണിന് ഫേസും ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പോയത് കാരണം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അപ്പുറത്താണ് ക്ലിയർ, വേണ്ടി വീടിൻ്റെ അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എവിടെ ക്ലിയർ, എവിടെ നിന്ന് എടുത്താലോ ഫോട്ടോ എടുത്താൽ ക്ലിയർ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കൊക്കെ ചെയ്തിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ബാക്കിൽ പോയിട്ടാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട്. അന്ന് എന്തായാലും എൻഗേജ്മെൻറ്റിന് വരാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കുറേ ഞാവൽപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. കാരണം നല്ല ബ്ലഡ് ഉണ്ടാവുന്ന ഒരു സംഭവമാണല്ലോ ഈ ഞാവൽപ്പഴം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വന്നവരൊക്കെ കൂടി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മായി ഇതാ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ചെക്കൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മായി പിന്നെ ഇവിടെ വന്ന് പിന്നെ എല്ലാവരും കൂടിയിട്ട് സെറ്റായി. പിന്നെ എല്ലാവരും കൂടിയിട്ട് നല്ല കമ്പനി ആയിട്ടുള്ള ഒരാൾക്കാരാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് കാണുന്ന പോലത്തെ ഒരു ഫീലിങ്സോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ചുവപ്പ് സാരി എടുത്താണ് കേട്ടോ പെണ്ണിൻ്റെ ഉമ്മ. ഇപ്പോഴത്തെ ഉള്ളത് ചെക്കൻ്റെ ഉമ്മ ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മായിമാർ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ഞാവൽപ്പഴമൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര വികൃതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. കുറച്ച് നേരമൊക്കെ ഇന്ന് സംസാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ എന്താ പറയുക, ഒരു വെള്ളമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കടയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നാണെങ്കിൽ പിന്നെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അത്യാവശ്യം ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. അപ്പോൾ എന്തായാലും ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നേരെ കടയിലേക്ക് വന്നതാണ് കേട്ടോ.
അപ്പം ഇന്ന് 2ാം പെരുന്നാളാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അങ്ങോട്ട് തിരിച്ച് പട്ടാമ്പിക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ 1ാം പെരുന്നാൾക്ക് ഇവിടെ വന്നിട്ട് 1ാം പെരുന്നാൾ നമ്മൾ തലേദിവസം വന്നതാണ് കേട്ടോ, പെരുന്നാളിൻ്റെ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ വൈകിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു പാത്രക്കട ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ പാത്രങ്ങൾ ഹോൾസെയിൽ റേറ്റിന് വിൽക്കുന്നുണ്ടായിരുന്നിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവൾക്കും കുറച്ച് പാത്രങ്ങൾ വാങ്ങണം പറഞ്ഞ് എനിക്കും കുട്ടിക്ക് പാപ്പ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള റേറ്റിന് തന്നെ കിട്ടും കേട്ടോ. അധികം റേറ്റൊന്നും വരുന്നില്ല, അതായത് ഹോൾസെയിൽ വിലയ്ക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം ഇവിടെ വന്നിട്ട് ഇതേപോലെ കുറേ മുന്നേ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇപ്രാവശ്യം പിന്നെ വന്നിട്ട് ഉണ്ണിക്ക് പാത്രങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവളും കുറച്ച് പാത്രങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവരും കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.